നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2025 ജനുവരി മാസം 6-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ചൈനയിൽ വൈറൽ പനിയുടെയും അതോടൊപ്പം തന്നെ ന്യൂമോണിയയുടെയും വലിയ ഔട്ട്ബ്രേക്ക് ഉണ്ട് എന്ന നിലയിൽ വാർത്തകൾ വരുന്ന പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. മഹാമാരിയാകാൻ സാധ്യത കൽപ്പിക്കുന്നതോ മറ്റ് പ്രദേശങ്ങളിലേക്ക് വളരെ വേഗം പടർന്നു പിടിക്കുന്നതോ ആയിട്ടുള്ള വൈറസുകളെ ഒന്നും തന്നെ ചൈനയിൽ ഈ അവസരത്തിൽ കണ്ടെത്തിയതായിട്ട് റിപ്പോർട്ടുകളില്ല. എങ്കിലും മലയാളികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് എന്നതിനാലും ചൈന ഉൾപ്പെടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പ്രവാസികൾ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നതിനാലും എല്ലാവരും ജാഗ്രത പുലർത്തേണ്ടതാണ്. ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ മാസ്കുകൾ ഉപയോഗിക്കുകയും ശ്വാസകോശ അണുബാധയുള്ള ആളുകളിൽ നിന്ന് അകലം പാലിക്കുകയും ചെയ്യേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് കെടാവിളക്ക് എന്ന പേരിൽ ഒരു സ്കോളർഷിപ്പ് പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. ഈ സ്കോളർഷിപ്പിൽ 2024-25 അക്കാദമിക വർഷത്തെ അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ജനുവരി മാസം 20-ാം തീയതി വരെയാണ് അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കുക. OBC വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്കായിരിക്കും രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുക. പിന്നോക്ക വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ സ്കോളർഷിപ്പ് ആനുകൂല്യം ഇപ്പോൾ സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഓൺലൈൻ വഴി നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. മറ്റ് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ പിന്നോക്ക വിഭാഗ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളിൽ ഇക്കാര്യങ്ങളൊന്ന് അന്വേഷിച്ചാൽ കൃത്യമായി അറിയാൻ സാധിക്കും. 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പ് ആനുകൂല്യം ലഭ്യമാവുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഉപയോഗിക്കുന്ന ഇന്ധനത്തിന്റെ അടിസ്ഥാനത്തിൽ വാഹനങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കളർ സ്റ്റിക്കറുകൾ രാജ്യവ്യാപകമാക്കുവാൻ നിർദ്ദേശിച്ച സുപ്രീം കോടതി. അന്തരീക്ഷ മലിനീകരണവുമായി ബന്ധപ്പെട്ട പൊതു താൽപര്യ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പ്രസ്താവം. ജസ്റ്റിസുമാരായിട്ടുള്ള SS ഓക്ക, AG മസീഹ് എന്നിവരടങ്ങിയ ബെഞ്ച് പദ്ധതിയുടെ കർശനമുള്ള നിർവഹണത്തിന് ഊന്നൽ നൽകിയിരിക്കുകയാണ്. ദേശീയ തലസ്ഥാന മേഖലയ്ക്ക് അപ്പുറത്തേക്കുള്ള സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വായു മലിനീകരണത്തെ ചെറുക്കുന്നതിന് വാഹനങ്ങൾക്ക് ഹോളോഗ്രാം അടിസ്ഥാനമാക്കിയുള്ള കളർ കോഡഡ് സ്റ്റിക്കറുകൾ നടപ്പിലാക്കേണ്ടതിന്റെ പ്രാധാന്യവും സുപ്രീം കോടതി അടിവരയിട്ടു. ഉത്തരവുകൾ പാസ്സാക്കുന്നതുകൊണ്ട് മാത്രം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്നും കളർ കോഡുകൾ നടപ്പിലാക്കണമെന്നും ഹോളോഗ്രാമുകൾക്കും കളർ കോഡിങ്ങിനും അതിൻ്റെതായിട്ടുള്ള നേട്ടമുണ്ടെന്നും കോടതി കൂട്ടിച്ചേർത്തു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും ബജറ്റ് ജനകീയമാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ വർധനയുൾപ്പെടെ പ്രതീക്ഷിക്കാവുന്നതാണ്. സാമ്പത്തിക പ്രതിസന്ധി മൂലം കഴിഞ്ഞ 4 ബജറ്റിലും കടുത്ത നടപടികൾക്ക് ധനമന്ത്രി KN ബാലഗോപാൽ നിർബന്ധിതനായിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കേറ്റ കനത്ത തിരിച്ചടിയെ തുടർന്ന് സർക്കാരിന്റെ മുൻഗണനാക്രമങ്ങൾ പൊളിച്ചെഴുതേണ്ടി വന്നിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ പ്രതിമാസ വിതരണം പുനരാരംഭിച്ചത്. എന്നാൽ ഇതോടെ സംസ്ഥാനത്തെ പദ്ധതി പ്രവർത്തനങ്ങൾ അവതാളത്തിലായി. വാർഷിക പദ്ധതി 50% പോലും പൂർത്തിയാക്കാനായില്ല. ഈ വർഷം ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും 2026 മെയ്യോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റായേക്കും ഇത്തവണത്തേത്. അതിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ വേണമെന്ന ആവശ്യം ഇടതുമുന്നണിയിൽ ഇപ്പോൾ ശക്തമാണ്. നിലവിൽ നടന്നുവരുന്ന CPM സമ്മേളനങ്ങളിലും ഇത് സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. 2-ാം പിണറായി സർക്കാരിന്റെ ആദ്യ ക്ഷേമ പെൻഷൻ വർധന ഇത്തവണ ബജറ്റിൽ ഉണ്ടായേക്കുമെന്ന സൂചനയാണ് ധനവകുപ്പ് വൃത്തങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ 4 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ്. അത് ഈ വർഷം തന്നെ കൊടുത്തു തീർക്കുമെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയിരിക്കുന്ന ഉറപ്പ്. പെൻഷൻ പ്രതിമാസം 2500 രൂപയാക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് ജനുവരി മാസത്തിലെ റേഷൻ വിതരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. 1000 രൂപ വീതം റേഷൻ കാർഡുകൾക്ക് സഹായമുണ്ടോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. ചില ദേശീയ മാധ്യമങ്ങളൊക്കെ അത്തരത്തിലുള്ള സൂചനകളും പുറത്തുവിട്ടിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പുതിയ അറിയിപ്പുകളോ വാർത്തകളോ ഒന്നും തന്നെ വന്നിട്ടില്ല. റേഷൻ ആനുകൂല്യങ്ങൾ കഴിഞ്ഞ മാസം നൽകിയതുപോലെ തന്നെയാണ് ഈ മാസവും നമുക്ക് വിതരണം ഉണ്ടാവുക. കഴിഞ്ഞ മാസത്തിൽ നിന്ന് വിഭിന്നമായിട്ടാണ് ഈ മാസം APL നീല റേഷൻ കാർഡുകൾക്ക് 3 കിലോ അരി സ്പെഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വെള്ള റേഷൻ കാർഡുകൾക്ക് ആകെ ലഭിക്കുന്നത് 6 കിലോ അരിയായിരിക്കും. മുൻഗണനാ വിഭാഗത്തിൽ, അതായത് AY അതോടൊപ്പം തന്നെ BPL വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് സൗജന്യ നിരക്കിലുള്ള ഭക്ഷ്യധാന്യം കഴിഞ്ഞ മാസം നൽകിയിരുന്നത് പോലെ തന്നെ ഈ മാസവും ആനുകൂല്യത്തിന്റെ വിതരണം ഉണ്ടാകുന്നതാണ്. അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ ശനിയാഴ്ച ജനുവരി 4-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 45 രൂപയും പവന് 360 രൂപയുമാണ് കുറഞ്ഞത്. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 7215 രൂപയിലും പവന് 57,720 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലുണ്ട്.
എല്ലാവരും ജോയിൻ ചെയ്യുക. വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.